ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കൂർഗിലെ കടുംപുട്ട് എന്ന റെസിപ്പിയാണ്. കൂർഗിലൊക്കെ വിശേഷ ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് കടുംപുട്ട്. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനേ, ആകെയും കാരുണ്യം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാല് ഒന്ന് തിളച്ച് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് പാല് തന്നെ വേണമെന്നൊന്നുമില്ല. വെള്ളത്തിലാണെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പാല് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് പുട്ടുപൊടിയാണ്. അപ്പം ഞാനിവിടെ ഒരു ബൗൾ പുട്ടുപൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പുട്ടുപൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. പശുവിൻ പാൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. എടുക്കുന്ന പാലിൻ്റെയും പൊടിയുടെയും അളവ് എപ്പോഴും കറക്റ്റായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കട്ട കെട്ടാതെ ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായി യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഏറ്റവും നല്ലത് പുട്ടുപൊടി തന്നെയാണ്. എല്ലാവരും പുട്ടുപൊടി ഉപയോഗിച്ച് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മാവ് തയ്യാറാക്കി എടുത്തതിന് ശേഷം മാവിൽ കട്ട പിടിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇതിലെ കട്ടകളെല്ലാം കളഞ്ഞെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കയ്യിൽ ഒരു കവറ് ചുറ്റിയിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. ഇതിന് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കവറ് കയ്യിലിട്ടിട്ടാണ് ഒന്ന് കുഴച്ചെടുക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക കൂടി ചെയ്യണേ. കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പത്തിരിമാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എത്രത്തോളം നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രയ്ക്കും ഇതിന് ടേസ്റ്റ് കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ മാവ് വളരെ സോഫ്റ്റായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഓരോ ഉരുളകളാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത്. ഉരുളകളാക്കി എടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് വേണം ഉരുളകളാക്കി എടുക്കാനായിട്ട്. ഞാനിവിടെ എടുത്തു വെച്ച മാവ് ഉപയോഗിച്ച് ഇതുപോലെ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഉരുളകളാക്കി എടുക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഉരുളകളുടെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. എല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ കൂടി എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് ഓരോ ഉരുളകളും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള നല്ല വെറൈറ്റി റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വ്യത്യസ്ത രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആകെ ആവശ്യമായിട്ട് വരുന്നത് പുട്ടുപൊടി, പാല്, വെള്ളം, ഉപ്പ്, നെയ്യ് എന്നിവ മാത്രമാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉറപ്പായിട്ടും തയ്യാറാക്കി കഴിക്കേണ്ട ഒരു വിഭവം തന്നെയാണ് ഇത്.
ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിനായിട്ട് ഇഡ്ഡലിപ്പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു വാഴയുടെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ഉരുളകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവി കയറ്റിയെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈവശം വാഴയില ഇല്ല എങ്കിൽ ഇതിൻ്റെ തട്ടിൽ സ്വല്പം നെയ്യ് തടവി കൊടുത്താൽ മതി. വാഴയിലയിൽ ചെയ്തെടുക്കുമ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എല്ലാ ഉരുളകളും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന തേങ്ങ കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വാഴയില കൂടി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പുട്ട് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ ഇപ്പോൾ ഇവിടെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടുംപുട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല ചിക്കൻ കറിയുടെയും മുട്ടക്കറിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത്. ഇനി കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഇത്രയും നേരം വീഡിയോ